പിന്നെ കബർ ഇവിടെ വെക്കാനുള്ള ഒരു പ്രധാന കാരണം ഓരോ മകള് ഫാത്തിമ. അപ്പം ഫാത്തിമ മകളെ ഗർഭം ധരിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിലാസിനി പറഞ്ഞ് കുട്ടിയെ എടുത്തു കളയണം, അപകടമാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വല്ലാതെ ബേജാറായി. പുറത്തിറങ്ങി ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജ് തന്നാൽ മതി, മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടു. ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പം 4 മാസമാകുമ്പോൾ റൂഹ് ഉണ്ടാവുമല്ലോ, ജീവൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ മഹാനായ മർഹൂം PKP ഉസ്താദ് പറഞ്ഞു, മാണിയൂരെ ഒന്നും പേടിക്കണ്ട, ചെറുകുന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി, എല്ലാം റാഹത്തായി വരുമെന്നാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞ് രക്തക്കുറവാണ്, രക്തം കയറ്റിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓറ് മനസ്സിൽ കരുതിയിരുന്നു മകളെ ഈ കുട്ടിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുക്കണമെന്ന് വേറെ നിയ്യത്തായിരുന്നു. അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ്. അബ്ദുൽ സമദാൻ്റെ കോളേജിലും മറ്റും ചേർത്തിട്ട് അൽഹംദുലില്ലാ ഖുർആൻ ഹിഫ്ളാക്കി കൊടുത്തു. അപ്പം അതിനുശേഷം ഓറെ വലിയൊരു ആഗ്രഹമാണ് സ്ഥിരമായി ഖുർആൻ ഓതുന്നത് കേൾക്കണം. കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകും എന്നോർ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. ആ റഹ്മത്ത് തന്നെയാണ് ഇവിടെ കണ്ടത്. കാരണം ഒരു കാരണവശാലും ഓറ ആ കറാമത്ത് ഇങ്ങനെ കൂടുതൽ നിലനിന്ന് പോകേണ്ട ഒരു ചുറ്റുപാടല്ല ഇന്നത്തെ കാലം. അതോടുകൂടി അതിങ്ങനെ നിന്ന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഖുർആൻ ഓത്തിൻ്റെ കറാമത്താണ്. അങ്ങനെ ഓർ സ്വന്തം ഒരു എടുപ്പ്, ചെറിയൊരു എടുപ്പ് അവിടെ ഉണ്ടാക്കി ഈ മകൾക്ക്, ഈ ഡോക്ടറെ എടുത്തു കളയണമെന്ന് പറഞ്ഞ ആ മകൾക്ക് അവിടെ ഒരു ഹിഫ്ള് ക്ലാസ്സും ഓർ തുടങ്ങിക്കൊടുത്തു. ഇന്നും 10-15 കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഓർ എല്ലാ സമയത്തും വന്നിട്ട് ആ മകളുടെ ആ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലാണ്, ഈ കബറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഹിഫ്ള് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ഖുർആനോത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നിയ്യത്താക്കിയിട്ടാണ് ഓർ കബർ ഇവിടെ തന്നെ വേണമെന്ന് വസിയത്ത് ചെയ്തു. ഷെയ്ഖുന സയ്യിദുൽ ഉലമ കടന്നു വരികയാണ്. അവിടെയുള്ള വളണ്ടിയേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഷെയ്ഖുന സയ്യിദുൽ ഉലമ വരുന്നുണ്ട്. ആ വഴി ഒന്ന് വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ഈ വാർത്തകൾ എല്ലാവരും ഇറങ്ങി പുറത്ത് സഹകരിക്കണം. പ്ലീസ് എല്ലാവരും മാറി നിന്ന് സഹകരിക്കും. അടുത്ത മയ്യത്ത് നിസ്കാരത്തിന് മഹാനായ ഷെയ്ഖുന സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള മയ്യത്ത് നിസ്കാരമാണ് നടക്കാനിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. മയ്യത്ത് നിസ്കാരത്തിന് സഫ് റെഡിയായി നിൽക്കുക. അവരുടെ ചെരുപ്പുകൾ അയച്ച് അതിന്റെ മുകളിൽ നിൽക്കേണ്ടതാണ്. ബഹുമാനനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. എല്ലാവരും പരമാവധി സഹകരിച്ച് കടന്നു നിൽക്കുക. നിസ്കാരം കഴിഞ്ഞവർ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പുറത്തേക്ക് മാറി നിന്ന് സഹകരിക്കുക. الله أكبر. بسم الله الرحمن إياك نعبد وإياك نستعين صراط الذين غير المغضوب
ولا الضالين. الله أكبر. الحمد لله رب العالمين. اللهم صل على سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل إبراهيم. الله أكبر. اللهم اغفر له وارحمه واعف عنه واكرم نزله ووسعه واصله بالماء والثلج ونقه من الخطايا كما ينقض اللهم أبدله دارا زوجة خيرا من زوجتي. اللهم عذاب القبر عذاب النار. الله أكبر. اللهم لا تفتنا ولا تغفر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد. اللهم اجعل ثواب قراءتنا هدية خاصة إلى حضرة روح حبيبنا الذي يتم مرياجله وأنت تعلم منا بنسبه واسمه وحسبه يا رب العالمين. اللهم اغفر له اللهم ارحمه اللهم اعف عنه اللهم اكرمه اللهم لا تفرقه يوم الحساب. اللهم ادخله الجنة. اللهم اعيذه من عذاب القبر ومن فتنته ومن عذاب النار. اللهم اغفر له وارحمه واعف عنه واكرم نزله ووسع مدخله واصله بالماء والثلج ونقه من الخطايا كما ينقى الثوب الابيض من الدنس. اللهم ابدله دارا خيرا من داره واهلا خيرا من اهله وزوجة خيرا من زوجته. اللهم اعيذه من عذاب القبر ومن فتنته ومن عذاب النار. اللهم ثبته عند السؤال. اللهم الهمه الجواب. اللهم جاف القبر عن جنبيه. اللهم امنه من الفزع الاكبر. اللهم تقبل منه جميع حسناته. اللهم تجاوز عن سيئاته. اللهم تقبل منه جميع الخدمات التي خدمها لهذا الدين. اللهم اجمعنا واياه جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم افرغ الصبر على قلوب أقاربه. اللهم تقبل منهم ذلك الصبر. اللهم اجعل صبرهم ثقلا في ميزان حسناتهم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.
ജനാസ നിസ്കാരം കഴിഞ്ഞവർ മറ്റുള്ളവർക്ക് ജനാസ സന്ദർശിക്കാനും നിസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സഹകരിക്കണം.